വൈദ്യുത പ്രതിസന്ധിക്ക് പരിഹാരം ആണവോർജ്ജമാണെന്ന നിർദ്ദേശം കേന്ദ്ര ബജറ്റ് മുന്നോട്ട് വയ്ക്കുമ്പോൾ ചീമേനി ഗ്രാമം വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ്. രാഷ്ട്രീയ, സാംസ്കാരിക, പാരിസ്ഥിതിക മേഖലകളിൽ ആഴത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ചീമേനിയെ പുതിയ കാലത്ത് ആണവ നിലയത്തിന്റെ രൂപത്തിൽ വേട്ടയാടുകയാണോ? കാണാം സേതു നെടുമ്പ തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ടിന്റെ ആദ്യ ഭാഗം. ചീമേനിയിൽ ഒരിക്കൽ കൂടി മണികൾ മുഴങ്ങുകയാണ്. കേരളത്തിന്റെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ സ്ഥലം ലഭ്യമാക്കിയാൽ ചീമേനിയിൽ ആണവ നിലയം സ്ഥാപിക്കാൻ തയ്യാറാണെന്ന കേന്ദ്ര വൈദ്യുതി മന്ത്രി മനോഹർ ലാൽ ഖട്ടറിന്റെ പ്രസ്താവനയോടെയാണ് ചീമേനി വീണ്ടും ചർച്ചാ വിഷയമാകുന്നത്. ഏക്കർ കണക്കിന് ഭൂമി സർക്കാരിന്റെ അധീനതയിലുള്ള ഒരു പ്രദേശമാണ് ചീമേനി. പ്രഖ്യാപനങ്ങൾ ഏറെ കേട്ട ചീമേനിക്ക് അടുത്ത കാലത്തായി കേൾക്കുന്നതൊക്കെ ഇത്തരത്തിലുള്ള അശുഭ വാർത്തകളാണ്. ചരിത്രപരമായും രാഷ്ട്രീയപരമായും പാരിസ്ഥിതികമായും ഏറെ പ്രാധാന്യമുള്ള ഒരു ഭൂമിയാണ് ചീമേനിയിലേത്. മനുഷ്യൻ കാലിമേച്ച് നടന്ന കാലത്തിന്റെ മായാത്ത മുദ്രകൾ ഇന്നും ചീമേനി പാറകളിലുണ്ട്. ശിലായുഗ സംസ്കാരത്തിന്റെ തിരുശേഷിപ്പുകളായ പഴുതറകളും നന്നങ്ങാടികളും ചീമേനിയുടെ സാംസ്കാരിക ഭൂപടത്തെ ആഴത്തിൽ അടയാളപ്പെടുത്തുന്നവയാണ്. ഇന്നത്തെ ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ആണവ നിലയം ലോകത്തെമ്പാടും തന്നെ ഡീകമ്മീഷൻ ചെയ്യുന്ന കാലമാണിത്. പ്രത്യേകിച്ച് ഹിരോഷിമയുടെയും നാഗസാക്കിയുടെയും ആ ദുരന്തത്തിൻ്റെ 80-ാം വർഷം അടുത്ത് നിൽക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ ചെർണോബിൽ, മുൻ സോവിയറ്റ് യൂണിയനിലെ ചെർണോബിൽ ആണവ നിലയം പൊട്ടിത്തെറിച്ചതിൻ്റെ ഫലമായിട്ട് നൂറുകണക്കിന് ആളുകൾ മരിക്കുകയും അതിൻ്റെ ദുരന്തം തലമുറകളോളം മുന്നോട്ട് പോവുകയും ചെയ്ത സാഹചര്യത്തിൽ, അതുപോലെ തന്നെ ജപ്പാനിലെ ഫുക്കുഷിമ ആണവ നിലയത്തിൻ്റെ ദുരന്ത പശ്ചാത്തലത്തിൽ ആണവ നിലയങ്ങൾ ഓരോന്നും പൂട്ടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ ജനങ്ങൾക്കും അതുപോലെ തന്നെ പ്രകൃതിക്കും ദോഷകരമായ ഈ ആണവ നിലയവുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നത്. സമൂഹത്തിലെ ഉച്ചനീചത്വത്തിനെതിരെ പോരാടി കഴുമരത്തിലേറി കടന്നുപോയ 5 ധീരസഖാക്കളുടെ മണ്ണുകൂടിയാണിത്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ ഏറെ പുഴകളുടെയും ജലാശയങ്ങളുടെയും സമൃദ്ധിക്ക് ഉറവിടമാണ് ചീമേനിയിലെ പാറപ്രദേശങ്ങൾ. വണ്ണാത്തിക്കാനവും നിരവധി കാവുകളും കൊണ്ട് സമ്പന്നമാണ് ചീമേനിയുടെ ഈ ഭൂപ്രദേശം. കടുത്ത വേനലിലും ജലസമൃദ്ധമായ ധാരാളം പള്ളങ്ങളുണ്ട് ഇവിടെ വന്നിരുന്നാൽ കണ്ണിനും മനസ്സിനും കുളിർമ ലഭിക്കുമെന്ന കാര്യത്തിലും ആർക്കും സംശയമുണ്ടാകാനിടയില്ല. ചലച്ചിത്ര പ്രതിഭ അരവിന്ദൻ കുമ്മാട്ടിയുടെ ചിത്രീകരണത്തിന് തിരഞ്ഞെടുത്തതും ഈ ഭൂമിയാണ്. ചീമേനിയിലും പരിസര പ്രദേശത്ത് നിന്നുള്ളവരും പുരമേയാനുള്ള പുല്ലും ഭക്ഷണം പാകം ചെയ്യാനുള്ള വിറകും കൃഷിക്കായുള്ള പച്ചിലവളവും ശേഖരിച്ചിരുന്നതും ഈ ചെങ്കൽക്കുന്നുകളിൽ നിന്നാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന തോൽവിറക് സമരവും ചരിത്രത്തിലെ സുപ്രധാന അധ്യായമാണ്. കൃഷിയാണ് ഈ നാട്ടുകാരുടെ പ്രധാന വരുമാന മാർഗവും. മനുഷ്യന്റെ എല്ലാവിധ മേഖലകളിലേക്കും പടർന്നു നിൽക്കുന്ന ചീമേനിയിലേക്കാണ് ഇപ്പോൾ ആണവ നിലയമെന്ന ചർച്ച നീണ്ടുവരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.